അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ST മീഡിയ കുടുംബാംഗങ്ങൾക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്ക് ഒരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ നിസ്സാര ദൈവമല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചെടുത്ത ദൈവമാണ് എന്നുള്ളതാണ് രസാവഹമായിട്ടുള്ളത്. പറഞ്ഞത് വെറുതെ അല്ല. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ 2007 കാലഘട്ടങ്ങളിൽ പുതിയ മതമായ കേരളമിൽ നിന്ന് ഒരു മതം ഉടലെടുത്തു. അതും ഒരു പുതിയ മതമായിട്ടാണ് അവതരിച്ചിട്ടുള്ളത്. അതിന്റെ പേരാണ് വിഷ്ടം ജിന്നൂരി എന്നുള്ളത്. വിഷ്ടം ജിന്നൂരികളായ ആളുകൾക്ക് ഒരു വിശ്വാസമുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ആ കാര്യം കൂടി പറയണമെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇരുളിന്റെ മറവിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്നോ മലക്കാണെന്നോ നനച്ചുകൊണ്ട് ജിന്നെ ഒരു വെളിച്ചം തരാമോ, മലക്ക് ഒരു വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല. കാരണം ജിന്നും മലക്കും ഭൗതികമാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ചോദ്യം ഭൗതികമാണ്, അതിൽ അഭൗതികതയില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല, അതിൽ പ്രാർത്ഥന വരുന്നില്ല എന്നുള്ളതാണ് വിഷ്ടം ജിന്നൂര് മതത്തിന്റെ പുതിയ വിശ്വാസം. വഹാബിയാകുമ്പോൾ പറ്റും, വഹാബി അല്ലാത്തപ്പോൾ പറ്റുകയില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടി നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദൈവമായി കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ദൈവം ആരാണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ വിഷ്ടം ജിന്നൂരികളായ ആളുകളായാലും ശരി, കേരളമുകാരായാലും ശരി, മർക്കസ് ദാവക്കാരായാലും ശരി, അവരുടെയൊക്കെ വിശ്വാസം അദൃശ്യമായ സൃഷ്ടികളോട് ചോദിക്കൽ അത് പാടില്ലാത്തതാണ്, അത് ശിർക്കാണ്, അത് പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അഭൗതികമായ ഒന്നിനോട് ചോദിക്കുന്നത്, അഭൗതികമായ ഒന്നിനോട് സംസാരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അങ്ങനെ സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ മുശ്രിക്കുകളാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. എന്നാൽ അത് വഹാബിയാണെങ്കിൽ പറ്റും എന്നുള്ളതും നാം ഓർക്കണം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇവിടെ അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്താലും അദൃശ്യമറിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന വിഷ്ടം ജിന്നൂരികൾ, ആ വിഷ്ടം ജിന്നൂരികളിൽപ്പെട്ട ഒരാളാണ് റഫീഖ് സലഫി എന്ന നമ്മുടെ പുതിയ ദൈവം. ആ പുതിയ ദൈവത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പൊ സി.പി. ഉസ്താദ് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അദ്ദേഹത്തെ വിളിച്ചിരുന്ന വിളിപ്പേരെന്താണ്? ജിബ്രീൽ എന്നായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ CM മടവൂരും ഈ CP ഉസ്താദും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഈ മുസ്ലിയാരോടാണ് CM മടവൂര് പറഞ്ഞതെന്ത്? യാ ജിബ്രീൽ തഖദ്ദം, ജിബ്രീലെ മുമ്പിൽ നടക്കുക എന്നും. അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? എനിക്ക് മനസ്സിലായത് അതാണ്. ഇയാളെ പേര് ജിബ്രീലാണ്, ഇയാൾ അങ്ങനെ വിളിച്ചിരുന്നത്. അപ്പോൾ CM മടവൂര് ഇയാളോട് മുമ്പിൽ നടക്കാൻ പറഞ്ഞു. ഈ സാധു വിചാരിച്ചിട്ടുള്ളത് അത് സാക്ഷാൽ ജിബ്രീലിനോടാണ് ആര് പറഞ്ഞത്? CM മടവൂര് പറഞ്ഞത് എന്നാണ്. ഇവിടെ ഇരുളിന്റെ മറവിൽ തപ്പിത്തടയുന്ന ഒരു റഫീഖ് സലഫിയോ അല്ലെങ്കിൽ ഫൈസൽ മൗലവിയോ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയോ ആണ് മലക്കിനോട് വെളിച്ചം ചോദിച്ചതെങ്കിൽ, മലക്കിനോട് സംസാരിച്ചതെങ്കിൽ ഒരപാകതയും ഇല്ല. ഇവിടെ വിഷ്ടം ജിന്നൂരികളിൽ പെടാത്ത CM വലിയുള്ളാഹിയാണ് യാ ജിബ്രീൽ തഖദ്ദം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കള്ളക്കറാമത്താണ്, അത് ശിർക്കാണ്, അത് ഇസ്ലാമിക വിരുദ്ധവുമാണ്. കേട്ട CP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതോ അദ്ദേഹത്തിന് തിരിയാതെ പോയതുമാണ്. അദ്ദേഹം ഒരു സാധുവാണ്. അദൃശ്യം അറിയുക എന്നുള്ളത് ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ദൈവമാകുന്ന അള്ളാഹു അറിയിച്ചു കൊടുത്താലും അറിയുകയില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ റഫീഖ് സലഫി അടക്കമുള്ള വിഷ്ടം ജിന്നൂരികളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ റഫീഖ് സലഫി ഒരു ദൈവമായിരിക്കുന്നു. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം CP മുഹമ്മദ് മുസ്ലിയാർക്ക് തിരിഞ്ഞിട്ടില്ല. CP മുഹമ്മദ് മുസ്ലിയാരെയാണ് ജിബ്രീൽ എന്ന് വിളിച്ചത്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ജിബ്രീൽ എന്നായിരുന്നു അത്രേ
CP ഉസ്താദിനെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ CM വലിയുല്ലാഹി തങ്ങളവരുകൾ CP ഉസ്താദിനെയാണ് ജിബ്രീൽ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്ന് CP ഉസ്താദിന് തിരിയാതെ പോയി. അത് തിരിഞ്ഞ ദൈവമാരാണ് നമ്മുടെ സാക്ഷാൽ റഫീഖ് മൗലവിയാണ്, റഫീഖ് സലഫിയാണ്. കാരണം മൂപ്പർക്ക് അദൃശ്യമറിയാം. അതുകൊണ്ട് തന്നെ മൂപ്പര് ഒരു ദൈവമായി മാറിയിരിക്കുന്നു എന്നാണ് നിങ്ങളിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്റെ പ്രിയപ്പെട്ട റഫീഖ് സലഫി, നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണ്? അദൃശ്യം അല്ലാഹു അല്ലാത്തവർ അല്ലാഹ് അറിയിച്ചു കൊടുത്താൽ പോലും അറിയുകയില്ല എന്നായിരുന്നില്ലേ? അപ്പോൾ പിന്നെ CP ഉസ്താദ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് CM വലിയുല്ലാഹി സംസാരിക്കുന്നത് കേൾക്കുക എന്നുള്ളത് അദൃശ്യമല്ല, അബോധികമല്ല. കാരണം നിങ്ങളെ വാദമനുസരിച്ച് CP ഉസ്താദിന്റെ തൊട്ടടികൾ ജീവനോടെ CM വലിയുല്ലാഹി ഉണ്ട്. അപ്പോൾ CM വലിയുല്ലാഹിയുടെ സംസാരം കേൾക്കുക എന്നുള്ളത് അബോധികമല്ല, അദൃശ്യമല്ല എന്ന് നിങ്ങളുടെ വിശ്വാസം കൊണ്ട് തന്നെ ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ആ CP ഉസ്താദ് പറഞ്ഞ കാര്യം അത് അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ശരി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. CM വലിയുല്ലാഹി മരണപ്പെട്ടു പോയി. നിങ്ങൾക്കാണെങ്കിലോ CM വലിയുല്ലാഹിയെ കാണാൻ പോലും ഭാഗ്യം ലഭിച്ചിട്ട് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ആ സമയത്ത് ഇല്ലാത്ത ഒരാളായിരുന്നുവല്ലോ. നടന്ന സംഭവം സമയത്തുണ്ടായിരുന്ന അനുഭവസ്ഥന് തിരിയാത്തത് നിങ്ങൾക്ക് എങ്ങനെ തിരിഞ്ഞി? നിങ്ങൾ അല്ലാഹു ആണോ, നിങ്ങൾ ദൈവമാണോ എന്നൊന്ന് അറിയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വാദം എന്താണ്? മലക്കിനോട് സംസാരിക്കാം, മലക്കിനോട് സംസാരിക്കൽ ശിർക്ക് വരികയില്ല എന്നുള്ളതാണല്ലോ. പിന്നെ എങ്ങനെ ഇത് കള്ളത്തരമായി? ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് വഹാബികളാകുന്ന ആളുകൾ അവരുടെ വിശ്വാസം എന്താണ്? അദൃശ്യമായ ഒന്നും തന്നെ അല്ലാഹു അല്ലാത്തവർ അല്ലാഹ് അറിയിച്ചു കൊടുത്താൽ പോലും അറിയുകയില്ല എന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ റഫീഖ് സലഫി ഇന്നലെ സംസാരിച്ചത് എന്ന് ഓർക്കുമ്പോൾ ചിരിച്ചിട്ട് വയ്യ. വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് പോലും മറന്നുകൊണ്ട് ഇവരുടെ വിശ്വാസത്തിനെതിരെയാണോ ഇവർ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവരുടെ വിശ്വാസം തന്നെ ഇവരുടെ വാക്കുകൊണ്ട് പൊളിച്ചെടുക്കുകയാണോ എന്ന് പോലും ബോധമില്ലാത്ത തരത്തിലാണ് ഏതൊരു വിഷയത്തെയും അന്ധമായി എതിർക്കാൻ വേണ്ടി ഇവരെ പ്രയോഗിക്കുന്നത്. വലിയുല്ലാഹിക്ക് അദൃശ്യമറിയുകയില്ല. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സംസാരിക്കുക എന്നുള്ളത് അദൃശ്യ കാര്യമാണ്. അദൃശ്യകാര്യം അറിയുക എന്നുള്ളത് CM വലിയുല്ലാഹിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്ത സംഗതിയുമാണ്. എന്നാൽ ഇവിടെ ഈ വിഷ്ണുജിന്നൂരികളാകുന്ന ആളുകൾ പറഞ്ഞത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ മീകായിൽ അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള മലക്കുകൾ അത് അദൃശ്യ സൃഷ്ടികളല്ല, അദൃശ്യ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് എങ്ങനെ അദൃശ്യമായി? അപ്പോൾ അവരുടെ വിശ്വാസം CM വലിയുല്ലാഹിയുടെ ഈ ചരിത്രം കേട്ടതോടുകൂടി അവരുടെ വിശ്വാസം മാറ്റിക്കഴിഞ്ഞോ എന്നൊന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ CM വലിയുല്ലാഹി അദൃശ്യമായ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സംസാരം കേൾക്കുക എന്നുള്ളത് അദൃശ്യമാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുക എന്നുള്ളത് അദൃശ്യമാണ്, അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റഫീഖ് സലഫി ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ റഫീഖ് സലഫി, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവം അനുഭവസ്ഥന് തിരിയാത്തത് നിങ്ങൾക്ക് നിങ്ങൾ പുതിയ ദൈവമാണോ എന്നൊന്ന് അറിയിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദൃശ്യമായ കാര്യമാണല്ലോ. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ദൈവമാണോ എന്നുകൂടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ വരും മറുപടി എന്ന പ്രതീക്ഷയോടെ ആരും ഇരിക്കണ്ടെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.